നെക്സ്റ്റ് ഈസ് ചോയ്സ് ഓഫ് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എ സി. ഇനി ഇലക്ട്രിക് ലോഡിംഗ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ചോയ്സ് ഓഫ് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ്. ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ചോയ്സ് ഓഫ് സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് ഇൻ ദി കേസ് ഓഫ് സിങ്കർണസ് മെഷീൻസ്. അതിന് എന്താണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ കണ്ടു. ആദ്യം നമ്മൾ ലോസിൻ്റെ കാര്യം, ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. കോപ്പർ ലോസ് ആൻഡ് ടെമ്പറേച്ചർ റൈസ്. ഫസ്റ്റ് ഫാക്ടർ, എ ഹൈ വാല്യൂ ഓഫ് എ സി റിസൾട്ട്സ് ഇൻ ഹയർ കോപ്പർ ലോസ്. എ സി കൂടുമ്പോൾ ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ ആണല്ലോ. ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്ററാണ് ഈ എ സി എന്ന് പറയുന്നത്. അപ്പം അത് കൂടിയിരുന്നാൽ ആംപിയർ കണ്ടക്ടേഴ്സ് കൂടും എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് കൂടും, വൈൻഡിങ്ങിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടും. അപ്പോൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ഹയർ കോപ്പർ ലോസ് ലീഡിങ് ടു ഹയർ ടെമ്പറേച്ചർ റൈസ് ആൻഡ് ലോവർ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി കുറവായിരിക്കും. ഹയർ വാല്യൂസ് ഓഫ് എ സി ക്യാൻ ബി യൂസ്ഡ് ഇൻ മെഷീൻസ് which employ cooling techniques that effectively dissipates the generated heat. അപ്പോൾ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള കൂളിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന മെഷീനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ഹൈ വാല്യൂ ഓഫ് എ സി ഉപയോഗിക്കാം. ഇനി സെക്കൻഡ് ഫാക്ടർ ഈസ് ദ വോൾട്ടേജിനനുസരിച്ച്. അതെന്താണ്? ഇൻ ഹൈ വോൾട്ടേജ് മെഷീൻ സിൻസ് ദി സ്പേസ് ഫാക്ടർ ഓഫ് ദ സ്ലോട്ട്സ് ഈസ് ലെസ്. സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്ലോട്ടിനകത്ത് കണ്ടക്ടറുണ്ട്, ഇൻസുലേഷനുണ്ട്. അപ്പോൾ കോപ്പർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയയാണ് സ്പേസ് ഫാക്ടർ. അപ്പം ഹൈ വോൾട്ടേജ് മെഷീൻ ആകുമ്പോൾ നേരത്തെ പറഞ്ഞ ഇൻസുലേഷനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. കൂടുതൽ ഏരിയ ഇൻസുലേഷന് വേണ്ടി പോകും. അപ്പോൾ കോപ്പറിൻ്റെ ഏരിയ, കോപ്പർ കണ്ടക്ടറിൻ്റെ ഏരിയ കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇൻ ഹൈ വോൾട്ടേജ് മെഷീൻ സിൻസ് ദ സ്പേസ് ഫാക്ടർ ഓഫ് ദ സ്ലോട്ട്സ് ഇസ് ലെസ് ബിക്കോസ് ഓഫ് ഗ്രേറ്റർ ഇൻസുലേഷൻ only a smaller value of AC can be used. ഹൈ വോൾട്ടേജ് മെഷീനിൽ എ സിയുടെ വാല്യൂ സാധാരണയായിട്ട് കുറവായിരിക്കും, റിലേറ്റീവ്ലി താരതമ്യേന കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ഓർ ഇൻ ലോ വോൾട്ടേജ് മെഷീൻസ് എ റിലേറ്റീവ്ലി ഹൈ വാല്യൂ ഓഫ് എ സി ക്യാൻ ബി യൂസ്ഡ്. അടുത്ത ഇതുമായിട്ട് സിങ്കർണസ് റിയാക്റ്റൻസിനുള്ള ബന്ധം എന്നാണ് നേരത്തെ പറഞ്ഞ കാര്യം. എ ഹൈ വാല്യൂ ഓഫ് എ സി ലീഡ്സ് ടു ലാർജ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, ലാർജ് നമ്പർ ഓഫ് ടേൺസ് for the armature winding resulting in greater leakage reactance. ടേൺസ് കൂടുമ്പോൾ, എ സി കൂടുമ്പോൾ, ആംപിയർ കണ്ടക്ടേഴ്സ് കൂടുമ്പോൾ, അതായത് ടേൺസ് കൂടുമ്പോൾ ലീക്കേജ് റിയാക്റ്റൻസ് കൂടും. ആൻഡ് ഹെൻസ് ആർമച്ചർ റിയാക്ഷൻ ടേൺസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ് അതൊക്കെ. ദിസ് ഇൻക്രീസസ് ദി വാല്യൂ ഓഫ് സിങ്കർണസ് റിയാക്റ്റൻസ്. അപ്പോൾ സിങ്കർണസ് റിയാക്റ്റൻസ് കൂടും. The consequence of a high synchronous reactance are: 1. Poor voltage regulation. സിങ്കർണസ് റിയാക്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് റെഗുലേഷൻ പൂറായിരിക്കും. സിങ്കർണസ് റിയാക്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ്, ഒരുപാട് വോൾട്ടേജ് അങ്ങ് ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ പൂർ വോൾട്ടേജ് റെഗുലേഷൻ നമ്മൾ പറയും. ലോ കറണ്ട് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ. എക്സസ് കൂടിക്കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് വെച്ച് പറഞ്ഞതാണ്. ഇവിടെ എക്സസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സസ് കൂടുതലാവുകയാണെങ്കിൽ കറണ്ട് കുറയും. അതിൻ്റെ വൈസ് വേഴ്സാണ്. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? ഹൈ സിങ്കർണസ് റിയാക്റ്റൻസ്, ദ കോൺസിക്വൻസ് ഓഫ് ഹൈ സിങ്കർണസ് റിയാക്റ്റൻസ് ആർ പൂർ വോൾട്ടേജ് റെഗുലേഷൻ, ടു ലോ കറണ്ട് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ. അത് നല്ല കാര്യമാണ്. ലോ വാല്യൂ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്. പക്ഷേ സ്റ്റെബിലിറ്റി ലിമിറ്റ് കുറയും, അത് നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ആൻഡ് 4. സ്മോൾ സിങ്കർണൈസിങ് പവർ. അതും അനുവദിക്കാൻ പറ്റത്തില്ല. സ്മോൾ സിങ്കർണൈസിങ് പവർ ലീഡിങ് ടു ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് മെഷീന് അൺസ്റ്റേബിൾ ആകാനുള്ള സാധ്യത കൂടുതലുണ്ടാകും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരുമ്പോഴത്തേക്ക് മെഷീൻ സ്ട്രിപ്പായി പോകും, ലീവിങ് ടു ഇൻസ്റ്റെബിലിറ്റി. stray load losses. A higher value of AC leads to higher stray load loss. Following are the usual values of AC. Silent bolt machines ആണെങ്കിൽ 20,000 to 40,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. ടർബോ ഓൾട്ടർനേറ്റർ ആണെങ്കിൽ 50,000 to 75,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വേഗ ഐഡിയ ഉണ്ടായിരിക്കണം. എത്രയാണ് എ സി ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ മോട്ടറിൽ എത്ര വരും. അപ്പോൾ അത് ഒന്ന് എപ്പോഴെങ്കിലും ഓഫ് ആൻഡ് ആയിട്ട് എടുത്ത് ഒന്ന് നോക്കി പഠിക്കണം. അപ്പോൾ അന്നേരം അത് ഓർമ്മയായിരിക്കും. ഇപ്പോൾ സിങ്കർണസ് മെഷീൻ ഓൾട്ടർനേറ്ററിൻ്റെ കേസിലാണെങ്കിൽ അതൊരു 20,000 മുതൽ 40,000 വരെ. ടർബോ ഓൾട്ടർനേറ്റർ ആണെങ്കിൽ 50,000 മുതൽ 70,000. മിക്ക കേസുകളിലും എ സി തരും.
പക്ഷേ അപൂർവം കേസുകളിലുള്ളൂ അതൊക്കെ അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒരു റീസണബിൾ വാല്യൂ അസ്യൂം ചെയ്യണമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ജനറലായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി സെലക്ഷൻ ഓഫ് ബി ആവറേജ്, അതേപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി സെലക്ഷൻ ഓഫ് എ സി, അതൊക്കെ ചോദിക്കാം. എ പാർട്ട് ചോദ്യത്തിനായിട്ട് ചോദിക്കാം. എന്തിനൊക്കെ അനുസരിച്ചാണ് എ സി സെലക്ട് ചെയ്യുന്നത്, അല്ലെ എ സി ബി ആവറേജ് സെലക്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കാം പാർട്ട് എയിൽ. ഡിസൈൻ ഓഫ് സാലിയൻ പോൾ മെഷീൻസ്. ആദ്യം നമ്മൾ സാലിയൻ പോൾ മെഷീൻ്റെ ഡിസൈൻ നോക്കാം. അപ്പോൾ ആദ്യം മെയിൻ ഡയമെൻഷൻസ് ഡി ആൻഡ് എൽ അത് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സ്റ്റേറ്റർ ബോർ. അതിന് സ്റ്റേറ്റർ ബോർ സോറി. അപ്പോൾ ഇത് സ്റ്റേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്നത് സ്റ്റേറ്റർ ബോർ എന്നാണല്ലോ. സ്റ്റേറ്റർ ബോർ, സ്റ്റേറ്ററിൻ്റെ ബോർ, ആ ഹോളിനാണല്ലോ ബോർ എന്ന് പറയുന്നത്. ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സ്റ്റേറ്റർ ബോർ. അപ്പം ഔട്ടർ ഡയമീറ്റർ റോട്ടർ ഡി ആർ ഈസ് നിയർലി ഈക്വൽ ടു ഡി. റോട്ടറിൻ്റെ ഡയമീറ്റർ ഇതുമായിട്ട് വളരെ അടുത്താണ്. സൈലൻറ്റ് പോൾ മെഷീനാണ്. സൈലൻറ്റ് പോൾ മെഷീൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നിരവധി മീറ്ററുകളാണ്. ഇറ്റ് ക്യാൻ ബി 5 meters, ഇറ്റ് ക്യാൻ ബി 10 meters, ഡിപ്പെൻഡിങ് അബൌട്ട് ദി സൈസ് ഓഫ് ദ മെഷീൻ. അപ്പോൾ എയർ ഗ്യാപ്പ് ലെങ്ത് ഇതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവാണ്. അപ്പം നിയർലി ഈക്വൽ ടു ദ റോട്ടർ ഡയമീറ്റർ ഇസ് നിയർലി ഈക്വൽ ടു ദിസ്. Since the length of air gap is negligible as compared with the diameter D, the selection of D depends on type of pole used. അപ്പോൾ നമുക്ക് എപ്പോഴും D²L കിട്ടും. D²L പഴയ മറ്റേതുപോലെ D²L കിട്ടും. D²L കിട്ടിയിട്ട് നമ്മൾ ഡിയും എല്ലും എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഡി എല്ല് സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ സെലക്ഷൻ ഓഫ് ഡി ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് പോൾ യൂസ്ഡ്. ഒന്ന് പോളിൻ്റെ ടൈപ്പ് ഏതാണ്. ദെൻ പെർമിസിബിൾ പെരിഫറൽ സ്പീഡ്, വേറൊരു ഡിറ്റർമിനിങ് ഫാക്ടറാണ് പെരിഫറൽ സ്പീഡ്. ഫോർ സാലിയൻ പോൾ മെഷീൻസ് 2 types of poles are used. അപ്പോൾ നമ്മൾ ആദ്യം സാലിയൻ പോൾ മെഷീനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സാലിയൻ പോൾ മെഷീൻ. അപ്പോൾ സാലിയൻ പോൾ മെഷീന് 2 സൈസ് പോൾ ഉപയോഗിക്കാം. ഒന്ന് റൗണ്ട് പോള്, റെക്റ്റാങ്കുലർ പോൾസ് രണ്ടാമത്തെ. എന്താണ് ഈ റൗണ്ട് പോൾ? റൗണ്ട് പോൾ, വെൻ റൗണ്ട് പോൾസ് ആർ യൂസ്ഡ്, ദ റേഷ്യോ ഓഫ് പോളാർക്ക് ടു പോൾ പിച്ച്, പോളാർക്ക് to pole pitch, the ratio of polar to pole pitch is between 0.6 to 0.7. അത് 0.6 to 0.7 ആണ്. പോളാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാം. പോളാർക്ക്, ദിസ് ഈസ് ദി പോളാർക്ക്. പോളാർക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. പോളാർക്ക് ടു പോൾ പിച്ച്. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent പോൾസ്, അല്ലെങ്കിൽ ഒരു പോളിൻ്റെ സെൻട്രൽ ലൈൻ മുതൽ അടുത്ത പോളിൻ്റെ സെൻട്രൽ ലൈൻ വരെ, അല്ലെങ്കിൽ ഇൻ്റർപോളാർ ഗ്യാപ്പ്, ഒരു വശത്തെ ഇൻ്റർപോളാർ ഗ്യാപ്പ് മുതൽ അടുത്ത പോളിൻ്റെ അടുത്ത സൈഡിൽ ഇൻ്റർപോളാർ ഗ്യാപ്പ് വരെയുള്ള ദൂരമാണ് ദിസ് പോൾ പിച്ച്. റൗണ്ട് പോൾ നോർമലി സ്ക്വയർ പോൾ ഷൂസ് ആർ. അപ്പോൾ റൗണ്ട് പോളാണെന്നുണ്ടെങ്കിൽ, റൗണ്ട് പോളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ബോഡിയാണ് റൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് റൗണ്ട് ബോഡി, അതിൻ്റെ സ്റ്റെമ്മ്. ഇതാണ് പോൾ ഷൂ ഭാഗം. ദിസ് ദ പോൾ ഷൂ പോർഷൻ. അപ്പോൾ ഇവിടെ സ്ക്വയർ പോൾ ഷൂ ആണ്. അപ്പോൾ ഇതും ഇതിൻ്റെ വിഡ്ത്തും BS, വിഡ്ത്ത് ആൻഡ് ലെങ്ത്, അത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ ലെങ്ത് ഓഫ് പോൾ ഈസ് വിഡ്ത്ത് ഓഫ് പോൾ. ലെങ്ത് ഓഫ് പോൾ ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് പോൾ. ലെങ്ത് ഓഫ് പോൾ. അപ്പം L ഈസ് ഈക്വൽ ടു, അപ്പം പോളാർക്ക് എന്നുള്ളത് ആ BS വന്നു കഴിഞ്ഞു. അപ്പം ലെങ്ത് ഓഫ് പോൾ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് പോൾ BS ആൻഡ് L/τ ഈസ് 0.6 to 0.7. അതാണ് അവിടെ ഒരു കൺസിഡറേഷനായിട്ടുള്ള കൺസിഡറിങ് ഫാക്ട്. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ അതാണ് L/τ. അപ്പോൾ റൗണ്ട് പോൾസ് ആണെങ്കിൽ L/τ എന്ന് പറയുന്നത് 0.6 to 0.7 ആണ് നമ്മൾ എടുക്കുന്നത്. ഈ പോളിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും മെഷീൻ്റെ ലെങ്ത്. പോളിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും മെഷീൻ്റെ ലെങ്ത്. മെഷീൻ്റെ ലെങ്ത് മെഷീൻ്റെ ലെങ്ത്. അപ്പോൾ ഇത് മെഷീനാണെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ ലെങ്ത് തന്നെയാണെങ്കിൽ പോളിനും അത്രയും നീളമായിരിക്കും വരുന്നത്. മെഷീൻ്റെ ലെങ്തിനനുസരിച്ചാണ് പോളിൻ്റെ ലെങ്ത്. അപ്പം L/τ ഈസ് ഈക്വൽ ടു 0.6 to 0.7. ഏതിനാ?
ഈ റൗണ്ട് പോൾസിന്. റെക്റ്റാങ്കിൾ പോൾ ആകുമ്പോഴത്തേക്ക് റെക്റ്റാങ്കിൾ പോൾ താണ്ട് ഇങ്ങനെ വരും. സാധാരണ നമ്മൾ വരയ്ക്കുന്നതൊക്കെ റെക്റ്റാങ്കിൾ പോൾ എന്നുള്ള ഇതിലാണ്. ഫോർ റെക്റ്റാങ്കിൾ പോൾ ദ റേഷ്യോ എൽ ബൈ ടോ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടോ എന്ന് പറഞ്ഞാൽ പോൾ പിച്ചാണ്. ടോ ഇറ്റ് ഇസ് ദ പോൾ പിച്ച്. ദ റേഷ്യോ എൽ ബൈ ടോ ഈസ് 1:5, വേരീസ് ഫ്രം 1:5, ബട്ട് യൂഷ്വലി 1:3. അപ്പോൾ പോളാർ ലെങ്ത് ഓഫ് ദ പോൾ ബൈ ലെങ്ത് ഓഫ് ദ മെഷീൻ ഡിവൈഡഡ് ബൈ ദ പോൾ പിച്ച് എൽ ബൈ ടോ. യൂഷ്വലി 1:3, 1:5 വരെ ആകാം, 1 മുതൽ 5 വരെ ആകാം, പക്ഷേ അത് സാധാരണയായിട്ട് 1:3. എൽ ബൈ ടോ റേഷ്യോ ഗ്രേറ്റർ ദാൻ 3 മേക്സ് ദ ഫീൽഡ് സിസ്റ്റം എക്കണോമിക്കൽ. വളരെ അസാധാരണമായ കേസാണ് ഈ എൽ ബൈ ടോ റേഷ്യോ 3-നപ്പുറം പോവുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ, ഡിസൈഡിങ് ഫാക്ടർ. ദ ഡിസൈഡിങ് ഫാക്ടർ ഫോർ ദ ഡയമീറ്റർ ഡി ഈസ് ദ പെരിഫറൽ സ്പീഡ്. ഈ പെരിഫറൽ സ്പീഡാണ് സൈലൻറ്റ് പോൾ മെഷീനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. Is the peripheral speed. The deciding factor for the diameter d is peripheral speed. The rotor should be designed to withstand centrifugal forces produced under runaway speeds. റണ്ണവേ സ്പീഡിലുണ്ടാകുന്ന പെരിഫറൽ സ്പീഡ് അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളതിനെയൊക്കെ ലിമിറ്റ് ചെയ്യുന്നത്. എന്താണ് റണ്ണവേ സ്പീഡ്? മെഷീനകത്തുള്ള ലോഡ് പെട്ടെന്ന് ഓഫായി പോകുമ്പോൾ മെഷീൻ വിൽ അറ്റൈൻ ഹൈ സ്പീഡ്സ്. അന്നേരം ആ റണ്ണവേ സ്പീഡ്, ദാറ്റ് ഈസ് ദ റണ്ണവേ സ്പീഡ്. നോർമൽ സ്പീഡിൻ്റെ അപ്പം ദാറ്റ് ഡിപ്പെൻഡ്സ് upon the machine. It can go up to 1.6 in the case of hydroelectric machines. അപ്പോൾ അന്നേരം സിഗ്നൽ സ്പീഡ് 1000 സിഗ്നൽ സ്പീഡ് 500 ആണെന്നുണ്ടെങ്കിൽ 800 RPM വരെയൊക്കെ പോകും. അപ്പം വളരെ വലിയ സ്പീഡാണ്. അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം പെരിഫറൽ സ്പീഡ്. ദ വാല്യൂ ഓഫ് അലോവബിൾ പെരിഫറൽ സ്പീഡ്സ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോൾ അറ്റാച്ച്മെൻറ്റ്സ് ആർ. ഇപ്പോൾ ബോൾട്ടഡ് ഓൺ പോൾ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 50 m/s ഉള്ളൂ. അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള പോൾ വെറുതെ അങ്ങോട്ട് ബോൾട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് പോൾ കൺസ്ട്രക്ഷൻ ബോൾട്ടഡ് ഓൺ പോൾ കൺസ്ട്രക്ഷൻ ഇറ്റ് ഈസ് 50 m/s. അതല്ല ഡൗട്ട്ടെയിൽഡ് ആൻഡ് ടീ ഹെഡ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 80 m/s വരെ പോകാം. ഫോർ ഡൗട്ട്ടെയിൽഡ്, എന്താണ് ഡൗട്ട്ടെയിൽഡ് കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചു തന്നു. ആൻഡ് ടീ ഹെഡ് എന്താണെന്ന് കാണിച്ചു തന്നു. അന്നേരം അത് നമുക്ക് 80 m/s വരെ പോകാം. ശരി, അപ്പം അതനുസരിച്ചാണ് നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രോബ്ലത്തിൽ നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഈസ് എക്സാമ്പിൾ 1. ഡിറ്റർമിൻ ദി മെയിൻ ഡയമെൻഷൻസ് of a 500 kVA 50 Hz 3-phase alternator having synchronous speed 375 RPM. 375 RPM. The specific magnetic loading is 0.55 Wb/m². Specific magnetic loading 0.55 ഉള്ളൂ. Specific electric loading is 25,000 ampere conductors per meter. Use circular poles ആണ്. The peripheral speed should not exceed 35 m/s. അപ്പോൾ ഇവിടെ പരമാവധി ലിമിറ്റ് നമുക്ക് 50 m/s ആണ്. ഇപ്പോൾ സാധാരണ ബോൾട്ടഡ് ഓൺ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇവിടെ 35 m/s എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ദി ക്വസ്റ്റ്യൻ ഈസ് 500 kVA. 500 kVA ആകുമ്പോൾ Q ഈസ് 500, എഫ് തന്നിട്ടുണ്ട് 50, സ്പീഡ് ഈസ് NS ഈസ് 375. സോ സ്മോൾ ns is 375/60. സോ അതിൽ നിന്ന് നമുക്ക് P കിട്ടും. P is equal to 2F/P, 2 × 50 divided by P. സോ അക്കോർഡിംഗ്ലി P equal to 16. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് P നമുക്ക് 16 കിട്ടും. B ആവറേജ് 0.55 എന്ന് തന്നിട്ടുണ്ട്. സോ P എങ്ങനെ? P is equal to 120F by we have NS equal to 120F by P, capital P. അപ്പോൾ ഇവിടെ 375 ആണ്. സോ therefore P equal to, how you find out? P is equal to 120F by NS. അത് ചെയ്യുമ്പോൾ P equal to 16 എന്ന് കിട്ടും. You get P as 16. And B average തന്നിട്ടുണ്ട് 0.55. AC equal to 25,000. We have the output equation Q equal to C0 d square L into NS. That is, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
ക്യൂ എന്ന് പറയുന്നത് 500. അപ്പോൾ അത് C0 എന്ന് പറയുന്നത് 11 kW B ആവറേജ് AC ഇൻറ്റു 10⁻³ d²L NS. അപ്പോൾ d²L നമുക്ക് കണ്ടുപിടിക്കാം ഈസ് 500 into 60 divided by these things. So d²L equal to 0.5538. അപ്പോൾ നമ്മൾ റൗണ്ട് പോൾസ് ആകുമ്പോൾ ഇപ്പോൾ സർക്കുലർ പോൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം എന്താണ് L/τ റേഷ്യോ ഫോർ സർക്കുലർ പോൾസ് L/τ റേഷ്യോ ഈസ് 0.6 to 0.7 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയിൻ്റിൻ്റെ ഒരു ആവറേജ് എടുക്കുന്നു. നോക്കണം, അസ്യൂമിങ് L/τ ഈക്വൽ ടു 0.65. L/τ എന്ന് പറഞ്ഞാൽ πD/P ആണ്. πD/P അത് 0.65. L/τ ഈസ് ഈക്വൽ ടു πD/P. ഇൻഡക്ഷൻ മോട്ടറിലൊക്കെ നമ്മൾ കണ്ടതാണ്. τ ഈസ് πD/P. അപ്പോൾ L ഈസ് അതിൽ നിന്ന് L നമ്മൾ കണ്ടുപിടിക്കുന്നത് 0.65 ഇൻറ്റു πD/P 16.1276 D. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ d²L, ഇത് d²L നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ d² ഇൻറ്റു L 0.1276 D എന്നെടുത്തു. Therefore D is equal to cube root of this. We get it as 1.63 meter. So L is equal to 0.1276 L. Check for peripheral speed. അപ്പോൾ ഇവിടെ നമ്മൾ പെരിഫറൽ സ്പീഡിന് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കുക. പെരിഫറൽ സ്പീഡ് ഈസ് πD ഇൻറ്റു NS/60. D വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 32 m/s എന്ന് കിട്ടി. അത് <35 ആയിരുന്നാൽ മതി. അപ്പം 35 താഴെയാണ്. സോ ദ ഡിസൈൻഡ് വാല്യൂസ് ആർ ഓക്കെ. D equal to 1.63 meter and L equal to 0.208 meter.